Dear friends, today we have in front of us a letter written by M.K. Gandhi to Adolf Hitler. മഹാത്മാഗാന്ധിയെ നമുക്കെല്ലാവർക്കും അറിയാം. 1921 മുതൽ 1948 വരെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര രംഗത്തും ഇന്ത്യൻ സാമൂഹിക രംഗത്തും നിറഞ്ഞു നിന്ന വ്യക്തിത്വമാണ്. അഡോൾഫ് ഹിറ്റ്ലർ ആണെങ്കിൽ 1933 മുതൽ 1945 വരെ ജർമ്മനിയുടെ ചാൻസലറായിരുന്നു. 1939 രണ്ടാം ലോക മഹായുദ്ധം ആരംഭിക്കാനുള്ള യഥാർത്ഥ കാരണം ഹിറ്റ്ലറുടെ നടപടികളാണ്. പ്രത്യേകിച്ച് പോളണ്ട് ആക്രമിക്കുന്നതടക്കമുള്ള നടപടികളാണ്. ഈ പശ്ചാത്തലത്തിലാണ് സമാധാനത്തിൻ്റെയും അക്രമരാഹിത്യത്തിൻ്റെയും അഹിംസയുടെയും എല്ലാം പ്രവാചകനായ മഹാത്മാഗാന്ധി ഹിറ്റ്ലർക്ക് ഒരു കത്തയക്കുന്നത്. യഥാർത്ഥത്തിൽ മഹാത്മാഗാന്ധി ഹിറ്റ്ലർക്ക് 2 കത്തുകൾ അയക്കുന്നുണ്ട്. പക്ഷേ അതിൽ 2 കത്തുകളും അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടോ എന്ന് സംശയമാണ്. കാരണം മഹാത്മാഗാന്ധി യുദ്ധ തടവുകാരനായിരുന്ന സമയത്താണ് ഈ കത്ത് അയക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ബ്രിട്ടീഷ് ജയിൽ അധികാരികളുടെ സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷമാണ് പുറത്തു പോവുകയുള്ളൂ. 1940 ഡിസംബർ മാസം 24-ാം തീയതി വാർധയിൽ നിന്ന് അയച്ച കത്താണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഈ കത്തിൽ മഹാത്മാഗാന്ധി പറയുന്നുണ്ട്, That I address you as a friend is no formality. I own no force. ഞാൻ അങ്ങയെ ഒരു സുഹൃത്ത് എന്നാണ് അഭിസംബോധന ചെയ്തിരിക്കുന്നത്. ഇതൊരു ഫോർമാലിറ്റി അല്ല. കാരണം എനിക്ക് ശത്രുക്കളില്ല. എല്ലാവരും എൻ്റെ സുഹൃത്തുക്കളാണ്. My business in life has been for the past 33 years to enlist the friendship of the whole of humanity. കഴിഞ്ഞ 33 വർഷമായിട്ട് ഞാൻ മനുഷ്യരെ എല്ലാവരെയും എൻ്റെ ഫ്രണ്ട്സാക്കാൻ, സുഹൃത്തുക്കളാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെങ്ങനെയാണ് ശ്രമിക്കുന്നത്? ബൈ ബിഫ്രണ്ടിങ് മാൻകൈൻഡ് ഇറസ്പെക്റ്റീവ് ഓഫ് റേസ്, കളർ ഓർ ക്രീഡ്. വംശമോ അല്ലെങ്കിൽ നിറമോ അല്ലെങ്കിൽ വർഗമോ നോക്കാതെ എല്ലാ മനുഷ്യരെയും സുഹൃത്തുക്കളാക്കിക്കൊണ്ട് അങ്ങനെ മാനവ കുലത്തിൻ്റെ സുഹൃത്താവാനാണ് കഴിഞ്ഞ 33 വർഷമായി ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. 1940-ലാണ് ഈ കത്തെഴുതുന്നത്. 33 വർഷം എന്ന് പറയുമ്പോൾ 1907 കാലഘട്ടത്തിൽ അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധി ടോൾസ്റ്റോയുടെ മൂല്യങ്ങൾ സ്വീകരിച്ചുകൊണ്ട് കമ്മ്യൂണിറ്റി ലിവിംഗ് തുടങ്ങുകയും തൻ്റെ ജീവിതത്തിൽ ആകമാനം ഒരു മാറ്റം സംഭവിക്കുകയും ചെയ്ത കാലഘട്ടത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. I hope you will have the time and desire to know how a good portion of humanity who view living under the influence of that doctrine of universal friendship view your action. ഇങ്ങനെ യൂണിവേഴ്സൽ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന ഒരു മൂല്യം, സാർവത്രികമായ സാഹോദര്യം അല്ലെങ്കിൽ സാർവത്രികമായ സൗഹൃദം എന്ന് പറയുന്ന ഒരു മൂല്യത്തെ അനുകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന വലിയൊരു വിഭാഗം ജനങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ പ്രവർത്തികൾ കാണുന്നത് എന്നറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നാണ് പറയുന്നത്. യൂണിവേഴ്സൽ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ സാർവത്രികമായ സൗഹാർദ്ദം എന്നാണ് ഉദ്ദേശിക്കുന്നത്. വി ഹാവ് നോ ഡൗട്ട് അബൌട്ട് യുവർ ബ്രേവറി ഓർ ഡിവോഷൻ ടു യുവർ ഫാദർലാൻഡ്. നോർ ഡു വി ബിലീവ് ദാറ്റ് യു ആർ എ മോൺസ്റ്റർ ഡിസ്ക്രൈബ്ഡ് ബൈ യുവർ ഓപ്പണൻറ്റ്സ്. അപ്പോൾ ഞങ്ങൾക്ക് താങ്കളുടെ ധൈര്യത്തെപ്പറ്റി, ഗാന്ധിജി പറയുന്നത് താങ്കളുടെ ധൈര്യത്തെപ്പറ്റി ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. താങ്കളുടെ പിതൃരാജ്യത്തെ സംബന്ധിച്ച്, താങ്കളുടെ സ്നേഹത്തെ സംബന്ധിച്ചും ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. മാത്രമല്ല, നിങ്ങളുടെ എതിരാളികൾ നിങ്ങളെ ഒരു രാക്ഷസനായിട്ടാണ് കണക്കാക്കുന്നത്, മോൺസ്റ്റർ എന്നാണ് പറയുന്നത്. അത്തരത്തിലൊരു വിശ്വാസം ഞങ്ങൾക്കില്ല. But your writings and pronouncements and those of your friends and admirers leave no room for doubt that many of your acts are monstrous and unbecoming of human dignity, especially in the estimation of men like me who believe in universal friendliness. പക്ഷേ അങ്ങയുടെ പ്രവർത്തികൾ, അങ്ങയുടെ വാക്കുകൾ, അങ്ങയുടെ ആരാധകരായ ആളുകളുടെ വാക്കുകൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ഞങ്ങൾക്കൊരു കാര്യത്തിൽ സംശയമേ ഇല്ല. ഇറ്റ് ലീവ്സ് നോ റൂം ഫോർ ഡൗട്ട് എന്നാണ് പറയുന്നത്. സംശയമേ ഇല്ല. എന്താണ്? അങ്ങയുടെ പല പ്രവൃത്തികളും രാക്ഷസീയമാണ്. യുവർ ആക്ട്സ് ആർ മോൺസ്ട്രസ് ആൻഡ് അൺബിക്കമിങ് ഓഫ് ഹ്യൂമൻ ഡിഗ്നിറ്റി. മനുഷ്യന്റെ അന്തസ്സിന് നിരക്കാത്തതാണ്. അൺബിക്കമിങ് എന്ന് പറഞ്ഞാൽ നിരക്കാത്തതാണ് എന്നാണ് അദ്ദേഹം ഗാന്ധിജി പറയുന്നത്. അതുമാത്രമല്ല, ഗാന്ധിജി പറയുന്നത് ഇൻ എസ്റ്റിമേഷൻ ഓഫ്
men like me who believe in friendliness. മാത്രമല്ല, എല്ലാവരുടെയും മാത്രമല്ല, പ്രത്യേകിച്ച് യൂണിവേഴ്സൽ ഫ്രണ്ട്ലിനെസ്, സാർവത്രികമായ സൗഹാർദ്ദത്തിൽ വിശ്വസിക്കുന്ന എന്നെ പോലെയുള്ള ആളുകളുടെ എസ്റ്റിമേഷനിൽ, മതിപ്പിൽ, പ്രത്യേകിച്ചും താങ്കളുടെ പ്രവൃത്തികൾ അങ്ങനെയാണ് എന്ന് പറയാതെ നിവൃത്തിയില്ല എന്നാണ് വളരെ മനോഹരമായ, മിതമായ, എന്നാൽ ശക്തമായ ഭാഷയിൽ മഹാത്മാഗാന്ധി പറയുന്നത്. Such are your humiliation of Czechoslovakia, the rape of Poland and the swallowing of Denmark. ഇക്കാലത്ത് ഹിറ്റ്ലർ നടത്തിയിട്ടുള്ള ആക്രമണങ്ങൾ ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ചെക്കോസ്ലോവാക്കിയെ അപമാനിതമാക്കി, പോളണ്ടിനെ പിടിച്ചുപറിച്ചു, അതുപോലെ തന്നെ ഡെൻമാർക്കിനെ വിഴുങ്ങി എന്നാണ് ഗാന്ധിജി ആരോപിക്കുന്നത്. I am aware that your view of life regards such spoliations as vicious acts. ഇത്തരത്തിലുള്ള മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങൾ, ദുഷ്ടമായ പ്രവൃത്തികൾ, സ്പോലിയേഷൻസ് വളരെ ഗംഭീരമാണ് എന്നാണ് താങ്കൾ വിശ്വസിക്കുന്നത് എന്ന് എനിക്കറിയാം എന്നാണ് ഗാന്ധിജി പറയുന്നത്. വിർച്വസ്. ബട്ട് വി ഹാവ് ബീൻ ടോട്ട് ഫ്രം ചൈൽഡ്ഹുഡ് ടു റിഗാർഡ് ദം ആസ് ആക്ട്സ് ഓഫ് ഡിഗ്രേഡിംഗ് ഹ്യൂമാനിറ്റി. പക്ഷെ ഞങ്ങൾ ചെറുപ്പം മുതലേ ഇത്തരം പ്രവർത്തനങ്ങളെ മനുഷ്യത്വത്തെ തന്നെ അപമതിക്കുന്ന, മനുഷ്യത്വത്തെ തന്നെ ഇല്ലാതാക്കുന്ന പ്രവർത്തനങ്ങളായിട്ടാണ് കാണാൻ ശീലിച്ചിട്ടുള്ളത്. ഡീഗ്രേഡ് ചെയ്യുക, വില കുറച്ച് കാണിക്കുക, തരം താഴ്ത്തുക, മനുഷ്യത്വത്തെ ഡീഗ്രേഡ് ചെയ്യുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് താങ്കളുടെ ഈ പ്രവർത്തനങ്ങൾ. ഹെൻസ് വി കനോട്ട് പോസിബിളി വിഷ് സക്സസ് ടു യുവർ ആംസ്. അതുകൊണ്ട് തന്നെ താങ്കൾക്ക് വിജയം നേടാൻ ഞങ്ങൾക്ക് കഴിയില്ല. ഇത്തരത്തിലുള്ള മോൺസ്ട്രസ് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകൾക്ക് വിജയം ആശംസിക്കാൻ ഞങ്ങൾക്ക് കഴിയുകയില്ല. ബട്ട് അവേഴ്സ് ഈസ് എ യുണീക്ക് പൊസിഷൻ. പക്ഷെ ഞങ്ങളുടെ അവസ്ഥ, ഞങ്ങൾ ഇപ്പോൾ ഉള്ള അവസ്ഥ, അതൊരു പ്രത്യേക അവസ്ഥയാണ്. എന്താ അത് പറയുന്നത്? ഗാന്ധിജി അങ്ങനെ പറയുന്നത്, വി റെസിസ്റ്റ് ബ്രിട്ടീഷ് ഇംപീരിയലിസം നോ ലെസ് ദാൻ നാസിസം. ഞങ്ങൾ ഈ നാസിസത്തെ മാത്രമല്ല എതിർക്കുന്നത്, ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തെയും എതിർക്കുന്നു. ഇംപീരിയലിസം, സാമ്രാജ്യത്വത്തെയും ഞങ്ങൾ എതിർക്കുന്നു. ഇഫ് ദർ ഈസ് എ ഡിഫറൻസ് ഇറ്റ് ഈസ് ഇൻ ഡിഗ്രി. ഇനി നിങ്ങളുടെ നാസിസവും ബ്രിട്ടീഷ് ഇംപീരിയലിസവും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ അത് ഡിഗ്രിയിലാണ്, എന്ന് വെച്ചാൽ അളവിൻ്റെ കാര്യത്തിലേ ഉള്ളൂ. രണ്ടും ഒരേപോലെ ദുഷ്ടമായ ശക്തികളാണ്. ഗാന്ധിജി തുടർന്ന് പറയുകയാണ്, 1/5 of the human race has been brought under the British heel by means that will not bear scrutiny. വിവരിക്കാനാവാത്ത തരത്തിലുള്ള മാർഗങ്ങളിലൂടെയാണ് മൊത്തം മാനവകുലത്തിൻ്റെ 1/5 വിഭാഗത്തെ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തി ഭരിക്കുന്നത്. അവർ റെസിസ്റ്റൻസ് ടു ഇറ്റ് ഡസ് നോട്ട് മീൻ ഹാം ടു ദ ബ്രിട്ടീഷ് പീപ്പിൾ. ഞങ്ങൾ ബ്രിട്ടീഷുകാരെ ഉപദ്രവിച്ചുകൊണ്ടല്ല അതിനെതിരായി പ്രതിരോധിക്കുന്നത്. ഞങ്ങളുടെ ചെറുത്തുനിൽപ്പ്, റെസിസ്റ്റൻസ് എന്നതുകൊണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത്. വി സീക്ക് ടു കൺവേർട്ട് ദം, നോട്ട് ടു ഡിഫീറ്റ് ദം ഓൺ ദ ബാറ്റിൽ ഫീൽഡ്. ഞങ്ങൾ ബ്രിട്ടീഷുകാരെ യുദ്ധക്കളത്തിൽ തോൽപ്പിച്ച് സ്വാതന്ത്ര്യം നേടാനല്ല, മറിച്ച് അവരെ കൺവേർട്ട് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. കൺവേർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ മാനസികമായി പരിവർത്തനം നടത്തുക, അതാണ് ഞങ്ങളുടെ ഉദ്ദേശ്യം എന്ന് ഗാന്ധിജി വളരെ വ്യക്തമായി സൂചിപ്പിക്കുന്നു. അവേഴ്സ് ഈസ് ആൻ അൺആംഡ് റിവോൾട്ട് അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ് റൂൾ. ഞങ്ങളുടെ ബ്രിട്ടീഷുകാർക്കെതിരായ കലാപം ആയുധമെടുക്കാത്ത കലാപമാണ്. വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വാചകമാണ്, ആയുധമെടുക്കാത്ത കലാപമാണ്. But whether we convert them or not, we are determined to make their rule impossible by non-violent non-cooperation. ഞങ്ങൾക്ക് ബ്രിട്ടീഷുകാരെ കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നത് വേറെ കാര്യം. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ഞങ്ങൾ ഞങ്ങളുടെ നോൺ വയലന്റ് നോൺ കോപ്പറേഷൻ, അഹിംസയിലൂന്നിയ നോൺ കോപ്പറേഷൻ, നിസ്സഹകരണ സമരത്തിലൂടെ അവരുടെ ഭരണത്തെ ഞങ്ങൾ അസാധ്യമാക്കും. അവർക്ക് ഭരിക്കാൻ സാധ്യമല്ലാതെ വരും എന്നാണ് ഗാന്ധിജി പറയുന്നത്. അതിന് കാരണമായിട്ട് പറയുന്നത്, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ നോളജ് ദാറ്റ് നോ സ്പോയിലിയേറ്റർ ക്യാൻ കോമ്പസ് ഹിസ് എൻഡ് വിത്തൗട്ട് എ സർട്ടൻ ഡിഗ്രി ഓഫ് കോപ്പറേഷൻ, വില്ലിംഗ് ഓർ കമ്പൽസറി ഓഫ് ദ വിക്ടിം. ഇത് ഞങ്ങളുടെ ഒരു അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഒരു അടിച്ചമർത്തി ഭരിക്കുന്ന ഭരണാധികാരിക്കും, സ്പോലിയേറ്റർ എന്ന് പറഞ്ഞാൽ വൺ ഹു ഡിസ്ട്രക്ട്സ് എന്നുള്ള അർത്ഥത്തിലാണ്, നശിപ്പിക്കുന്നവൻ അല്ലെങ്കിൽ അടിച്ചമർത്തി ഭരിക്കുന്നവൻ, ആർക്കും തൻ്റെ ലക്ഷ്യം നേടാനാവുകയില്ല. ഇവിടെ കോമ്പസ് എന്ന് പറയുന്നതിൻ്റെ ഒരു അർത്ഥം ആ അർത്ഥത്തിലാണ്
പറഞ്ഞിരിക്കുന്നത്. കനോട്ട് കോമ്പസ് ഹിസ് എൻഡ്, ദാറ്റ് മീൻസ് ഹി കനോട്ട് അച്ചീവ് ഹിസ് എൻഡ്. കോമ്പസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നേടുക, ലക്ഷ്യം നേടാൻ കഴിയുകയില്ല. എങ്ങനെയാണെങ്കിൽ വിത്തൗട്ട് ദ കോപ്പറേഷൻ ഓഫ് ദ വിക്ടിം, ഇരയുടെ സഹകരണമില്ലാതെ. ആ സഹകരണം എങ്ങനെയായിരിക്കും നേടുന്നത്? ചിലപ്പോൾ മർദ്ദനത്തിലൂടെയോ ഭയപ്പെടുത്തലിലൂടെയോ ബലപ്രയോഗത്തിലൂടെയോ ഒക്കെ നേടുന്നതായിരിക്കും. അങ്ങനെയാണെങ്കിൽ പോലും ആ ഒരു ചെറിയ സഹകരണമെങ്കിലും ഇല്ലാതെ ഒരു അടിച്ചമർത്തുന്ന ശക്തിക്കും തൻ്റെ ലക്ഷ്യം നേടാനാവുകയില്ല. അപ്പം അതുകൊണ്ട് അത്തരത്തിലുള്ള ഭയപ്പെടുത്തലിന് വിധേയനാകാതെ സഹകരിക്കാതെ നിൽക്കാനാണ് ഞങ്ങളുടെ തീരുമാനം എന്നാണ് ഗാന്ധിജി പറയുന്നത്. They can have, our rulers may have our land and bodies, but not our souls. ഞങ്ങളുടെ ഭരണാധികാരികൾക്ക് ഞങ്ങളുടെ നാടും ഞങ്ങളുടെ ശരീരവും ഒക്കെ അടിച്ചമർത്തി കൈവഴിക്കാൻ കഴിയുമായിരിക്കും. പക്ഷെ ഞങ്ങളുടെ ആത്മാവിനെ നേടാൻ, കീഴടക്കാൻ അവർക്ക് കഴിയുകയില്ല. They can have the former only by complete destruction of every Indian man, woman and child. സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും അടക്കമുള്ള എല്ലാ ഇന്ത്യക്കാരുടെയും നാശത്തിലൂടെ, അല്ലെങ്കിൽ എല്ലാ ഇന്ത്യക്കാരെയും കീഴടക്കി മാത്രമേ അവർക്ക് നേരത്തെ പറഞ്ഞ ഭൂമിയും ശരീരവും നേടാൻ കഴിയുകയുള്ളൂ എന്നതാണ് വേറൊരു സത്യം. That all may not rise to the degree of heroism and that a fair amount of frightfulness can bend the back of revolt is true, but the argument would be beside the point. എല്ലാ ആളുകളും ഈ സമരത്തിൽ പങ്കെടുക്കുന്നില്ല എന്നും കുറേ ആളുകളൊക്കെ ഭയന്ന്, ഫ്രൈറ്റ്ഫുൾനെസ് എന്ന് പറയുന്നതാണ്, ഭയന്ന് മാറി നിൽക്കുന്നുണ്ട് എന്നും അത് ഈ സമരത്തിൻ്റെ നട്ടെല്ല് വളയ്ക്കാൻ കാരണമായേക്കും എന്നതും ശരിയാണ്. പക്ഷെ നമ്മുടെ വാദം അതല്ല. ആർഗ്യുമെന്റ് മേ ബി ബിസൈഡ് ദ പോയിന്റ്. നമ്മുടെ വാദം ഈ പോയിന്റിലല്ല, അല്ലെങ്കിൽ ഇതിന് പ്രസക്തമല്ല. For a fair number of men and women be found in India who would be prepared without any ill will against the spoliators to lay down their lives rather than bend the knee to them, they would have shown the way to freedom from the tyranny of violence. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരെ യാതൊരു തരത്തിലുമുള്ള വിദ്വേഷവും കൂടാതെ എതിർക്കാൻ കഴിയുന്നവരും ഭയന്നു പോകാതെ അവരുടെ മുൻപിൽ മുട്ടുവിറയ്ക്കാതെ മുട്ടുമടക്കാതെ അവരുടെ മുൻപിൽ നിവർന്നു നിന്നുകൊണ്ട് സമരം ചെയ്യാനും കഴിയുന്ന ഇന്ത്യക്കാരായ ആളുകൾ ഉള്ളിടത്തോളം കാലം സ്വാതന്ത്ര്യം എന്നത് നമുക്ക് സാധ്യമാണ് എന്നാണ് ഗാന്ധിജി പറയുന്നത്. സ്പോലിയേറ്റർ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ടിറനി എന്ന് പറഞ്ഞാൽ ഏകാധിപത്യം എന്നാണ്. ഇവിടെ വയലൻസിൻ്റെ ടിറനി എന്നാണ് പറയുന്നത്, അഥവാ അക്രമത്തിൻ്റെ ഏകാധിപത്യം എന്നാണ്. എന്ന് വെച്ചാൽ ഏകാധിപത്യ പുലർത്തുന്ന അക്രമ സമീപനം എന്ന രീതിയിലാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. I ask you to believe me when I say that you will find an unexpected number of such men and women in India. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ആളുകൾ ഇന്ത്യയിൽ ഉണ്ട് എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങളത് വിശ്വസിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്ന് വെച്ചാൽ അത്രയും ആളുകൾ ഉണ്ട് എന്ന് തന്നെയാണ് മഹാത്മാഗാന്ധിയുടെ ഉറച്ച വിശ്വാസം. They have been having their training for the past 20 years. കഴിഞ്ഞ 20 വർഷമായി അതിനുള്ള പരിശീലനമാണ് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ തങ്ങളെ ഭരിക്കുന്ന, അടിച്ചമർത്തി ഭരിക്കുന്ന വൈദേശിക ആധിപത്യത്തിനെതിരെ യാതൊരു തരത്തിലുമുള്ള വിദ്വേഷവും കൂടാതെ സമരം ചെയ്യാനുള്ള പ്രത്യേക പരിശീലനം കഴിഞ്ഞ 20 വർഷമായി അവർക്ക് കിട്ടുന്നുണ്ട് എന്നാണ് ഗാന്ധിജി പറയുന്നത്. ഇവിടെ ഗാന്ധിജി ഉദ്ദേശിക്കുന്നത് 1920 ഗാന്ധിജി വന്നതിന് ശേഷം നടക്കുന്ന നിസ്സഹകരണ പ്രസ്ഥാനം, അതുപോലെ തന്നെ അഹിംസയിലൂന്നിയ സമരമുറകൾ എന്നിവയെയാണ്. We have been trying for the past half a century to throw off the British rule. ബ്രിട്ടീഷ് റൂൾ അഥവാ ബ്രിട്ടീഷ് ഭരണത്തെ കുടഞ്ഞെറിയാൻ കഴിഞ്ഞ 50 വർഷമായി ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. The movement of independence has never been so strong as now. എന്നാൽ സ്വാതന്ത്ര്യത്തിനുള്ള സമരം ഇപ്പോഴത്തേതുപോലെ മുൻപൊരിക്കലും ശക്തമായിരുന്നില്ല. എന്ന് വെച്ചാൽ ഇപ്പോൾ ഏറ്റവും ശക്തമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. 1940കളുടെ കഥയാണ് ഈ പറയുന്നത്. The most powerful political organization, I mean the Indian National Congress, is trying to achieve this end. നമ്മുടെ രാജ്യത്തെ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ പ്രസ്ഥാനമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ ലക്ഷ്യം നേടുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻഡ് എന്ന് പറഞ്ഞാൽ ലക്ഷ്യം. We have attained a very fair measure of success through non-violent effort. ഇപ്പോൾ തന്നെ ഞങ്ങളുടെ സമരം വളരെ വലിയ തോതിൽ വിജയിച്ചു കഴിഞ്ഞു.
അത് വിജയിച്ചത് തന്നെ നോൺ വയലന്റ് എഫേർട്ടിലൂടെയാണ്, അഹിംസയിലൂന്നിക്കൊണ്ടാണ്. ഒരു അക്രമ സമരങ്ങളും ഇല്ലാതെയാണ് ഞങ്ങൾ ഈ സമരത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. We were groping for the right means to combat the most organized violence in the world, which the British power represents. ഞങ്ങൾ ഇതുവരെ ഇരുട്ടിൽ തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഗ്രോപ്പിംഗ് ഇൻ ദ ഡാർക്ക്. എന്തിനാണ്? ടു ഫൈൻഡ് ഔട്ട് ദ ബെസ്റ്റ് മീൻസ് ടു കോംബാറ്റ് ദ മോസ്റ്റ് ഓർഗനൈസ്ഡ് വയലൻസ് ഇൻ ദ വേൾഡ്. ലോകത്തിലെ ഏറ്റവും വലിയ സംഘടിതമായ അക്രമത്തെ നേരിടാൻ, അതാണ് മോസ്റ്റ് ഓർഗനൈസ്ഡ് വയലൻസ് എന്ന് പറഞ്ഞാൽ സംഘടിതമായ അക്രമം. അതേതാണ്? റെപ്രസെൻറ്റഡ് ബൈ ദ ബ്രിട്ടീഷ് പവർ. അതിനെയാണ് നമ്മൾ ബ്രിട്ടീഷ് പവർ എന്ന് വിളിക്കുന്നത്. അതിനെതിരായി കോംബാറ്റ് ചെയ്യാൻ, കോംബാറ്റ് മീൻസ് ഫൈറ്റ്, യുദ്ധം ചെയ്യാൻ ഒരു മാർഗം തിരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ. യു ഹാവ് ചലഞ്ചഡ് ഇറ്റ്. ഞങ്ങൾ ഈ സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ സംഘടിത അക്രമ പ്രസ്ഥാനം ബ്രിട്ടീഷ് സാമ്രാജ്യമാണ് എന്ന് ഗാന്ധിജി പറഞ്ഞല്ലോ. എന്നിട്ട് ഗാന്ധിജി ഹിറ്റ്ലറോട് പറയാണ്, നിങ്ങൾ അതിനെ ചലഞ്ച് ചെയ്തിരിക്കുന്നു. എന്ന് വെച്ചാൽ ലോകത്തെ ഏറ്റവും വലിയ അക്രമ പ്രസ്ഥാനമായി മാറാൻ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ബ്രിട്ടീഷുകാരുടെ പദവിയെ നിങ്ങൾ വെല്ലുവിളിക്കുകയാണ് എന്നാണ് പറയുന്നത്. ഇറ്റ് റിമെയിൻസ് ടു ബി സീൻ വിച്ച് ഈസ് ദ ബെറ്റർ ഓർഗനൈസ്ഡ്, ദ ജർമ്മൻ ഓർ ദ ബ്രിട്ടീഷ്. അപ്പോൾ ഈ രണ്ട് അക്രമ പ്രസ്ഥാനങ്ങളിൽ ഏറ്റവും നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഏതാണെന്ന് മാത്രമേ ഇനി അറിയാനുള്ളൂ എന്നാണ് ഗാന്ധിജി പറയുന്നത്. അത് ബ്രിട്ടീഷുകാരാണോ ജർമ്മൻകാരാണോ എന്ന് മാത്രമേ നോക്കാനുള്ളൂ. രണ്ടു കൂട്ടരും അക്രമ പ്രസ്ഥാനങ്ങളുടെ ആളുകളാണ്, മറ്റുള്ളവരെ ആക്രമിക്കുകയും അടിച്ചമർത്തുകയും ചെയ്യുന്ന ആളുകളാണ് എന്നാണ് ഗാന്ധിജി പറയുന്നത്. We know that the British heel means for us and the non-European races of the world. British heel, ബ്രിട്ടീഷുകാരുടെ ഹീൽ എന്ന് പറഞ്ഞാൽ ചെരുപ്പ്, ഷൂവിൻ്റെ ഹീലിനെയാണ് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാരുടെ അടിച്ചമർത്തൽ എന്താണ് എന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ബ്രിട്ടീഷുകാർ യൂറോപ്യന്മാരല്ലാത്ത ആളുകൾക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളും കീഴടക്കലുകളും എന്താണ് എന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. But we would never wish to end the British rule with German aid. എന്നാൽ ജർമ്മൻകാരുടെ സഹായം കൊണ്ട് ബ്രിട്ടീഷുകാരുടെ ഭരണം അവസാനിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ജർമ്മൻകാരുടെ സഹായത്തോടുകൂടി ബ്രിട്ടീഷുകാരുടെ ഭരണം അവസാനിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. എയ്ഡ് എന്ന് പറഞ്ഞ സഹായം. We have found in non-violence a force which, if organized, can without doubt match itself against a combination of all the most violent forces in the world. ഗാന്ധിജി വളരെ ശക്തമായ ഒരു വാചകമാണ് ഇവിടെ പറയുന്നത്. We have found in non-violence a force. അഹിംസയിൽ ഞങ്ങൾ ഒരു ശക്തി കണ്ടെത്തിയിരിക്കുന്നു. എ ഫോഴ്സ്. വി ഹാവ് ഫൗണ്ട് എ ഫോഴ്സ്. ആ ശക്തിയുടെ പ്രത്യേകത എന്താ? ഇഫ് ഓർഗനൈസ്ഡ് ഇറ്റ് വുഡ് മാച്ച് ഇറ്റ് സെൽഫ് അഗെയിൻസ്റ്റ് എ കോമ്പിനേഷൻ ഓഫ് ദ ഹോൾ വയലന്റ് ഫോഴ്സസ് ഇൻ ദ വേൾഡ്. അത് ശരിയായ രീതിയിൽ ഓർഗനൈസ് ചെയ്യപ്പെടുകയാണെങ്കിൽ, സംഘടിപ്പിക്കപ്പെടുകയാണെങ്കിൽ ലോകത്തുള്ള എല്ലാ അക്രമ സഖ്യങ്ങളുടെയും കമ്പൈൻഡ് എഫേർട്സ്, ഒറ്റക്കെട്ടായുള്ള ശക്തിക്കെതിരെ നിൽക്കാൻ കഴിവുള്ളതാണ് ഈ അക്രമരാഹിത്യത്തിൻ്റെതായ ശക്തി, ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്ന ശക്തി എന്നാണ് ഗാന്ധിജി പറയുന്നത്. In non-violent technique, as I have said, there is no such thing as defeat. ഈ അഹിംസയുടേതായ ഈ മാർഗത്തിൽ പരാജയം എന്നൊന്നില്ല എന്നാണ് ഗാന്ധിജി പറയുന്നത്. ഇറ്റ് ഈസ് ഓൾ ഡു ഓർ ഡൈ വിത്തൗട്ട് കില്ലിംഗ് ഓർ ഹേർട്ടിംഗ്. മറ്റുള്ളവരെ കൊല്ലുകയോ അല്ലെങ്കിൽ ഉപദ്രവിക്കുകയോ ചെയ്യാതെ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് പ്രാക്ടിക്കലി വിത്തൗട്ട് മണി ആൻഡ് ഒബ്വിയസ്ലി വിത്തൗട്ട് ദ എയ്ഡ് ഓഫ് സയൻസ് ഓഫ് ഡിസ്ട്രക്ഷൻ വിച്ച് യു ഹാവ് ബ്രോട്ട് ടു സച്ച് പെർഫെക്ഷൻ. അഹിംസയുടെ വേറൊരു പ്രത്യേകത അത് ധനമില്ലാതെ, സമ്പത്തില്ലാതെ തന്നെ നടപ്പിലാക്കാൻ കഴിയും എന്നതാണ്. രണ്ടാമത്തെ പ്രത്യേകത അത് നശീകരണത്തിൻ്റെ ശാസ്ത്രം ഉപയോഗിക്കാതെ തന്നെ, അല്ലെങ്കിൽ നശീകരണത്തിൻ്റെതായ ശാസ്ത്രം പ്രയോഗിക്കാതെ തന്നെ നടപ്പിലാക്കാൻ കഴിയുമെന്നാണ്. നശീകരണത്തിൻ്റെ ശാസ്ത്രം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിരവധി ആളുകളെ ഒരുമിച്ച് കൊല്ലുവാൻ അല്ലെങ്കിൽ കൊന്നൊടുക്കുവാനുള്ള ശാസ്ത്രീയമായ
മാർഗങ്ങളാണ്. ഇത് യു ഹാവ് ബ്രോട്ട് ടു സച്ച് പെർഫെക്ഷൻ എന്നാണ് ഗാന്ധിജി ഹിറ്റ്ലറോട് പറയുന്നത്. നിങ്ങളാണ് ഇത്തരം നശീകരണത്തിന്റെ ശാസ്ത്രത്തെ ഇത്രയും പരിപൂർണതയിൽ എത്തിച്ചിരിക്കുന്നത് എന്ന് ഗാന്ധിജി ഹിറ്റ്ലറോട് പറയുന്നുമുണ്ട്. ഇറ്റ് ഈസ് എ മാർവൽ ടു മീ ദാറ്റ് യു ഡു നോട്ട് സീ ദാറ്റ് ഇറ്റ് ഈസ് നോബഡീസ് മോണോപ്പൊളി. പക്ഷേ ഇത് ആരുടെയും കുത്തകയല്ല എന്ന് നിങ്ങൾ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല എന്ന് എന്നെ അത്ഭുതപ്പെടുത്തുന്നു. എന്താണ് ഇവിടെ കുത്തക എന്ന് പറയുന്നത്? നശീകരണത്തിൻ്റെതായ സമീപനം, നശീകരണത്തിൻ്റെതായ ശാസ്ത്രം. അത് ആരുടെയും കുത്തകയല്ല, മോണോപ്പൊളി അല്ല എന്ന് നിങ്ങൾ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല എന്നാണ് ഗാന്ധിജി ഹിറ്റ്ലറോട് ചോദിക്കുന്നത്. ഇഫ് നോട്ട് ദ ബ്രിട്ടീഷ്, സം അതർ പവർ വിൽ സർട്ടൻലി ഇംപ്രൂവ് അപ്പോൺ യുവർ മെത്തഡ് ആൻഡ് ബീറ്റ് യു വിത്ത് യുവർ ഓൺ വെപ്പൺ. ഇപ്പോൾ ബ്രിട്ടീഷുകാരല്ലെങ്കിൽ വേറൊരാൾ നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ നശീകരണത്തിൻ്റെതായ രീതികൾ ഒന്നുകൂടി മെച്ചപ്പെടുത്തുകയും ആ ആയുധം തന്നെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളെ പരാജയപ്പെടുത്തുകയും ചെയ്യും എന്നാണ് ഗാന്ധിജി പറയുന്നത്. വാളെടുത്തവൻ വാളാലെ എന്ന യേശുക്രിസ്തുവിന്റെ അതേ മന്ത്രം തന്നെയാണ് ഗാന്ധിജി ഇവിടെ സൂചിപ്പിക്കുന്നത്. You are leaving no legacy to your people of which they would feel proud. നിങ്ങളുടെ ആളുകൾക്ക് അഭിമാനം തോന്നുന്ന ഏതെങ്കിലും ഒരു പാരമ്പര്യം, പൈതൃകം നിങ്ങൾ വിട്ടേച്ചു പോകുന്നുണ്ടോ എന്ന ചോദ്യം ഗാന്ധിജി ചോദിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ നിങ്ങൾ ഇവിടെ അവശേഷിപ്പിക്കുന്ന ലെഗസി, നിങ്ങളുടെ പൈതൃകമായ കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പൈതൃകമായ പേര് നിങ്ങളുടെ ആളുകൾക്ക് അഭിമാനം തോന്നുന്നത് ഒന്നാണോ എന്നുള്ള ഒരു ചോദ്യമാണ് ഗാന്ധിജി ഹിറ്റ്ലറോട് ചോദിക്കുന്നത്. എന്ന് വെച്ചാൽ നിങ്ങളെ ചൊല്ലി നിങ്ങളുടെ പിൻതലമുറയ്ക്ക് അഭിമാനിക്കാൻ എന്തുണ്ട് എന്നുള്ള ചോദ്യം. They cannot take pride in a recital of cruel deed, however skillfully planned. നിങ്ങൾ എത്ര സമർത്ഥമായി ആസൂത്രണം ചെയ്തതാണെങ്കിലും ക്രൂരമായ, മാരകമായ ഒരു കുറ്റകൃത്യത്തിന്റെ പേരിൽ അവർക്ക് അഭിമാനിക്കാൻ കഴിയുകയില്ല. ഇവിടെ ഹിറ്റ്ലർ സ്വീകരിച്ചിരിക്കുന്ന നാസികളെ ഉന്മൂലനം ചെയ്യാനുള്ള തന്ത്രങ്ങൾ വളരെ കൃത്യമായവയാണെങ്കിൽ പോലും അവ കൊലപാതകങ്ങളും ഹിംസയും തന്നെയാണ് എന്ന് തന്നെയാണ് ഗാന്ധിജി സൂചിപ്പിക്കുന്നത്. I therefore appeal to you in the name of humanity to stop the war. ഇതാണ് ഈ കത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാചകം എന്ന് ഞാൻ കരുതുന്നു. I therefore appeal to you in the name of humanity to stop the war. നിങ്ങളോട് മനുഷ്യ കുലത്തിന്റെ പേരിൽ ഞാൻ അപേക്ഷിക്കുന്നു, യുദ്ധം നിർത്തുക. ഇതാണ് ആ വാചകം. You will lose nothing by referring all the matters of dispute between you and the Great Britain to an international tribunal of your joint choice. നിങ്ങളും ഗ്രേറ്റ് ബ്രിട്ടനും തമ്മിലുള്ള അധികാര തർക്കത്തിലെ പ്രശ്നങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് രണ്ടു കൂട്ടർക്കും സമ്മതമായ, അതാണ് ചോയ്സ് എന്ന് പറയുന്നത്, ജോയിന്റ് ചോയ്സ്, രണ്ടു കൂട്ടർക്കും സമ്മതമായ ഏതെങ്കിലും ഒരു ഇന്റർനാഷണൽ ട്രിബ്യൂൺ, കോടതി പോലെയുള്ള വേദികളിലേക്ക് മാറ്റണം. നിങ്ങളുടെ തർക്കങ്ങൾ അവിടെ തീരുമാനമാക്കണം എന്നാണ് പറയുന്നത്. ഇഫ് യു അറ്റൈൻ സക്സസ് ഇൻ ദ വാർ, it will not prove that you were in the right. ഗാന്ധിജിയുടെ വളരെ അതിശക്തമായ ഒരു നിരീക്ഷണമാണിത്. ഇഫ് യു അറ്റൈൻ സക്സസ് ഇൻ ദ വാർ, ഇറ്റ് വിൽ നോട്ട് പ്രൂവ് ദാറ്റ് യു വർ ഇൻ ദ റൈറ്റ്. നിങ്ങൾ യുദ്ധത്തിൽ വിജയിച്ചാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ചെയ്തത് ശരിയായിരുന്നു എന്നല്ല. നമ്മളൊക്കെ പൊതുവെ പറയുന്ന ഒരു രീതിയാണ്, ഒരു യുദ്ധത്തിൽ രണ്ട് പാർട്ടികൾ തമ്മിലുള്ള ഒരു യുദ്ധത്തിൽ, രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിൽ വിജയിക്കുന്ന ആളുടെ ഭാഗത്തായിരിക്കും ന്യായം എന്ന് പറയുന്നത് തെറ്റാണ് എന്നാണ് ഗാന്ധിജി പറയുന്നത്. നിങ്ങൾ യുദ്ധത്തിൽ വിജയിച്ചു എന്നതിനർത്ഥം നിങ്ങൾ പറഞ്ഞത് ന്യായമാണെന്നല്ല എന്നാണ് ഗാന്ധിജി പറയുന്നത്. ഇറ്റ് വിൽ ഓൺലി പ്രൂവ് ദാറ്റ് യുവർ പവർ ഓഫ് ഡിസ്ട്രക്ഷൻ വാസ് ഗ്രേറ്റർ. നിങ്ങളുടെ നശീകരണ ശക്തി മറ്റുള്ളവരെക്കാൾ കൂടുതലായിരുന്നു എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. Whereas an award by an impartial tribunal will show, as far as it is humanly possible, which party was in the right. അതേസമയം ഒരു നീതിന്യായ വ്യവസ്ഥയിൽ ഒരു നിഷ്പക്ഷമായ, ഇംപാർഷ്യൽ എന്ന് പറഞ്ഞാൽ നിഷ്പക്ഷമായ, ട്രിബ്യൂണൽ എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തർക്കം പരിഹരിക്കുന്നതിന് വേണ്ടി ഏർപ്പാടാക്കിയിരിക്കുന്ന കോടതികളാണ് ട്രിബ്യൂണൽ എന്ന് പറയുന്നത്. അപ്പോൾ നിഷ്പക്ഷമായ ഒരു കോടതി വിധി സത്യത്തിൽ നിങ്ങളുടെ ഭാഗമായിരുന്നു ശരി എന്ന് കാണിക്കും എന്നാണ് പറയുന്നത്. You know that not long ago I made an appeal to every Briton
to accept my method of non-violent resistance. Britain, BRITON, Britain എന്ന് പറഞ്ഞാൽ every citizen or every people of Britain, Great Britain എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. അപ്പോൾ ഞാൻ കുറച്ചു കാലം മുമ്പ് ഓരോ ബ്രിട്ടീഷുകാരനോടും ഞങ്ങളുടെ നോൺ വയലൻസിൻ്റെ സിദ്ധാന്തം, അഹിംസയുടെ ദർശനം സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി. I did it because the British know me as a friend though a rebel. ഞാനിങ്ങനൊരു ആവശ്യം ബ്രിട്ടീഷുകാരുടെ മുൻപിൽ വെക്കാനുള്ള കാരണം ബ്രിട്ടീഷുകാർക്ക് എന്നെ അറിയാം. ഞാനൊരു റെബൽ, കലാപകാരിയാണെങ്കിലും ഒരു സുഹൃത്താണ് എന്നവർക്ക് അറിയാമെന്നതുകൊണ്ടാണ്. ഐ ആം എ സ്ട്രേഞ്ചർ ടു യു ആൻഡ് യുവർ പീപ്പിൾ. എന്നാൽ ജർമ്മൻകാരുടെ കാര്യത്തിൽ അങ്ങനെയല്ല. ഞാൻ നിങ്ങൾക്കും നിങ്ങളുടെ ജനതയ്ക്കും ഒരു അപരിചിതനാണ്. I have not the courage to make you the appeal I made to every Briton. ഞാൻ ഓരോ ബ്രിട്ടീഷുകാരനോടും ചെയ്ത അതേ അപേക്ഷ നിങ്ങളോട് ചെയ്യാനുള്ള ധൈര്യം എനിക്കില്ല. Not that it would not apply to you with the same force as to the British. ഇത് നിങ്ങളോട് അപേക്ഷിക്കുമ്പോൾ ബ്രിട്ടീഷുകാരോട് അപേക്ഷിച്ച അതേ ശക്തി ഉണ്ടാവുകയില്ല എന്നതുകൊണ്ടല്ല, മറിച്ച് എനിക്ക് ജർമ്മൻകാർക്ക് ഞാൻ പരിചിതനല്ല എന്നതുകൊണ്ടാണ്. Not that it would not apply to you with the same force as to the British. But my present proposal is much simple because much more practical and familiar. ഇപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ള അപേക്ഷ കുറച്ചുകൂടി ലളിതമാണ്, കുറച്ചുകൂടി പ്രാക്ടിക്കലാണ്, അതുപോലെ തന്നെ കുറച്ചുകൂടി പരിചിതമായ ഒരു അപേക്ഷയാണ്. During this season, when the hearts of the people of Europe yearn for peace, we have suspended even our own peaceful struggle. ഈ യുദ്ധകാലഘട്ടത്തിൽ, ഈ സീസൺ എന്നതുകൊണ്ട് ഗാന്ധിജി ഉദ്ദേശിച്ചിരിക്കുന്നത് രണ്ടാം ലോക യുദ്ധകാലഘട്ടത്തിൽ യൂറോപ്യൻ ജനതയാകെ സമാധാനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന കാലഘട്ടത്തിൽ ഞങ്ങൾ പോലും ബ്രിട്ടീഷുകാർക്കെതിരായ ഞങ്ങളുടെ സമാധാനപരമായ സമരം നിർത്തിവച്ചിരിക്കുകയാണ്. Is it too much to ask you to make an effort for peace during a time which may mean nothing to you personally, but which must mean much to the millions of Europeans whose dumb cry for peace I hear, for my ears are attended to hearing the dumb millions. അതുകൊണ്ട് ഈ സമയത്ത് സമാധാനം കൊണ്ടുവരണമെന്നും യുദ്ധം നിർത്തിവെക്കണമെന്നും ഞാൻ താങ്കളോട് ആവശ്യപ്പെടുകയാണെങ്കിൽ അത് അധികമായി പോകുമോ എന്നാണ് ഗാന്ധിജി ചോദിക്കുന്നത്. ഈ സമയം ഇറ്റ് മേ മീൻ നത്തിങ് ടു യു പേഴ്സണലി. നിങ്ങൾക്ക് ഇത് വ്യക്തിപരമായി വലിയ ഒന്നുമുള്ള കാലമായിരിക്കണമെന്നില്ല. പക്ഷേ മില്യൺസ് ഓഫ് യൂറോപ്യൻസ്, ദശലക്ഷക്കണക്കിന് യൂറോപ്യൻ ജനത സമാധാനത്തിന് വേണ്ടി കേണുകൊണ്ടിരിക്കുകയാണ്. അവരുടെ നിശബ്ദമായ കരച്ചിൽ എനിക്ക് കേൾക്കാം. കാരണം ഐ ആം ട്രെയിൻഡ് ടു ഹിയർ ദ ഡം മില്യൻസ്. നിശബ്ദരായ, ശബ്ദമില്ലാത്തവരായ, മൂകരായ നിരവധി ആളുകളുടെ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകളുടെ ശബ്ദം കേട്ട് പരിചിതമാണ് എൻ്റെ ചെവികൾ എന്നതുകൊണ്ട് എനിക്കത് കേൾക്കാം. ആ സമയത്ത് ഇത് നിർത്തിവെക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണെങ്കിൽ അത് അമിതമായ ഒരാവശ്യമായി പോകുമോ എന്നാണ് ഗാന്ധിജി ചോദിക്കുന്നത്. I had intended to address a joint appeal to you and Signor Mussolini, whom I had the privilege of meeting when I was in Rome during my visit to England as a delegate to the Round Table Conference. ഞാൻ ആദ്യം ഉദ്ദേശിച്ചത് ഈ കത്ത് നിങ്ങൾക്കും അതുപോലെ തന്നെ സിഞ്ഞോർ മുസോലിനി, ഇറ്റലിയുടെ ഭരണാധികാരിയാണ് സിഞ്ഞോർ മുസോലിനി, അദ്ദേഹത്തിനും ഒരു സംയുക്ത അപേക്ഷയായി നൽകണമെന്നാണ് വിചാരിച്ചിരുന്നത്. അദ്ദേഹത്തെ ഞാൻ ബ്രിട്ടനിൽ നടന്ന റൗണ്ട് ടേബിൾ കോൺഫറൻസിന് പോകുന്ന വഴിയിൽ റോമിൽ വെച്ച് കണ്ടുമുട്ടിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തോടും താങ്കളോടും ഒരുമിച്ച് ഒരു അപേക്ഷയായി പറയണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത് എന്നാണ് ഗാന്ധിജി പറയുന്നത്. I hope that he will take this as addressed to him also with the necessary changes. അതുകൊണ്ട് ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ ആവശ്യമായ മാറ്റങ്ങളോടെ ഇത് അദ്ദേഹത്തിനുമുള്ള ഒരു അപേക്ഷയായി അദ്ദേഹം കണക്കാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നാണ് ഗാന്ധിജി പറയുന്നത്. ഇതിൽ ജർമ്മൻകാരെ പറ്റി പറയുന്നതിന് പകരം മുസോളിനിയുടെ കത്താണെങ്കിൽ അതിൽ ഇറ്റലിക്കാരെ പറ്റിയായിരിക്കും പറയുക. അതാണ് ആവശ്യമായ മാറ്റങ്ങളോടെ എന്ന് ഗാന്ധിജി പറയുന്നത്.
ഏതായാലും ജർമ്മനിയും ഇറ്റലിയും തുടങ്ങിവെച്ച യുദ്ധം നിർത്തണമെന്നും രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് മഹാത്മാഗാന്ധി ഹിറ്റ്ലർക്ക് എഴുതിയ കത്താണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. വളരെ ശക്തമായ എന്നാൽ വളരെ ലളിതമായ ഭാഷയിൽ മനോഹരമായി എഴുതിയിരിക്കുന്ന ഒരു കത്ത് എന്നാണ് ഇതിനെപ്പറ്റി പറയാൻ കഴിയുക. നന്ദി.